Hello all. So welcome back to the next session of teaching and learning. നമ്മൾ ടീച്ചിങ് മോഡൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ മോഡൽ. എന്തുകൊണ്ടും ഈ ടോപ്പിക്ക് നിങ്ങൾ വിട്ടുപോവാതെ ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പോൾ നിങ്ങൾ പഠിച്ചാൽ സെക്കൻഡ് സെമ്മിലും ഇതേ ടോപ്പിക്ക് റിപ്പീറ്റ് ആയി വരുന്നുണ്ട് ചിലരുടെ പെഡഗോഗിയിലൊക്കെ. ഓക്കെ, സോ ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് സെമ്മിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ സെക്കൻഡ് സെമ്മിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലാൻഡേഴ്സ് പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഫസ്റ്റ് സെം ഓർ സെക്കൻഡ് സെമ്മിൽ ചോദിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഡോണ്ട് ലീവ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ നോക്കി നോക്കാം. ഇത്രമാത്രം ഹൈപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഈ മോഡൽ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ദ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ്, ഫിയാക് എന്നാണ് നമ്മൾ പറയുക. മോഡൽ ഡെവലപ്ഡ് ബൈ നെഡ് ഫ്ലാൻഡേഴ്സ് ഇൻ ദ 1960. സോ 1960-കളിൽ ഫ്ലാൻഡർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഫോർ ഒബ്സർവിംഗ് ആൻഡ് കാറ്റഗറൈസിംഗ് ടീച്ചർ സ്റ്റുഡൻറ് ഇന്ററാക്ഷൻ ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ ഏതൊക്കെ ടൈപ്പ് ഇന്ററാക്ഷനാണ് വരിക? ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണല്ലോ വരിക. സോ ഈ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ മോണിറ്റർ ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ടീച്ചിങ് എങ്ങനെയുണ്ട്, എഫക്റ്റീവ് ആണോ എന്നുള്ളത് പറയുന്നതാണ് ഫ്ലാൻഡർ ഇന്ററാക്ഷൻ മോഡൽ. ദെൻ it is often used to improve teaching practices and enhance classroom dynamics. അപ്പോൾ നമുക്ക് ഈ ഇന്ററാക്ഷൻ മോഡൽ വെച്ച് ഒരു ക്ലാസ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് റൂമിന്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണ്? ടീച്ചറാണോ കൂടുതൽ സംസാരിക്കുക, കുട്ടികളാണോ, ടീച്ചറും കുട്ടികളും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലാൻഡർ ഡിഫൈൻസ് teaching as an interactive process. Interaction means participation of teacher and students in the process of teaching. So according to Flander, teaching എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. അതായത് ടീച്ചറും കുട്ടികളും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ്. സോ ഈ ഇന്ററാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ഇരിക്കുന്നത്. നോക്കിക്കേ, ടീച്ചർ ഇൻഫ്ലുവൻസസ് സ്റ്റുഡൻസ് through lecture, ask questions, criticizing, etc. Students' reactions to teacher is also noted. Basic interaction between teacher and the student is noted. എന്താണ് നമ്മൾ ടീച്ചർ കുട്ടികൾക്ക് എങ്ങനെയാ ക്ലാസ് എടുത്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യും. കുട്ടികൾ അതിനനുസരിച്ച് തിരിച്ചും എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒരു ഫിഗർ നോക്കിക്കേ. നമ്മൾ ഇവിടെ ഫ്ലാൻഡർ ഇന്ററാക്ഷൻ മോഡൽ എടുക്കുന്ന ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നടക്കുന്ന ഇന്ററാക്ഷൻ എന്താ? ടീച്ചറും സ്റ്റുഡൻറ്റും. ടി എന്ന് പറഞ്ഞാൽ ടീച്ചർ, എസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണ്. സോ ടീച്ചർ സ്റ്റുഡൻറ് ഇന്ററാക്ഷൻസ് ഉണ്ട്, സ്റ്റുഡൻറ് ഇന്ററാക്ഷൻസ് ഉണ്ട്. അത് 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ കുട്ടികളോട് മാത്രമല്ല, കുട്ടി ടീച്ചറോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസിനെയാണ് നമ്മൾ എവിടെ ഹാൻഡിൽ ചെയ്യുന്നത്? ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ മോഡലിൽ ഹാൻഡിൽ. പക്ഷേ ഒരു ഇന്ററാക്ഷൻ മാത്രം ഇവിടെ നോക്കുന്നില്ല. അതായത് സ്റ്റുഡൻറ് ഇന്ററാക്ഷൻസ് നമ്മൾ നോക്കുന്നില്ല. ടീച്ചർ സ്റ്റുഡൻറ് ഇന്ററാക്ഷൻസ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കി നോക്കാം. This is a scientific technique, systematic recording ആണ്, analysis of classroom behavior, representation of classroom behavior, observation technique for classroom behavior, measuring instrument for classroom teaching, evaluative device ആണ്, feedback device ആണ്, supplementary device ആണ്, useful for theory of teaching. എന്താണ് ഇത്? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതായത് ഒരു സയന്റിഫിക് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്. എന്ന് വെച്ചാൽ വെറുതെ ഒരാൾ ക്ലാസ് പോയിരുന്നിട്ട് എന്തൊക്കെയോ നോക്കി വരികയല്ല. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സുകളും സ്റ്റെപ്പുകളും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ക്ലാസ് റൂം എങ്ങനെയാണ്? ടീച്ചർ മാത്രമാണോ സംസാരിക്കുന്നത്, കുട്ടികളും സംസാരിക്കുന്നുണ്ടോ, ആ ഒരു ഡൈനാമിക്സ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലാസ് റൂം ബിഹേവിയർ, പിന്നെ ക്ലാസ് റൂം ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ക്ലാസ് എഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവാലുവേറ്റീവ് ഡിവൈസ് എന്ന് വെച്ചാൽ ഒരു ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നോക്കിയിട്ട് ക്ലാസ് റൂമിന്റെ ഇന്ററാക്ഷൻ, ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പെർഫെക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയായിരിക്കില്ലേ? സോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ആ ക്ലാസ് റൂം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും, ക്ലാസ് എങ്ങനെയുണ്ട്, എന്തൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം, എവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യണം, ഏതൊക്കെയായിരുന്നു ബെറ്റർ പോർഷൻസ്, എല്ലാം നമുക്കിതിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
ദെൻ എന്താണ് ഫിയാക്സ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി നമ്മൾ ഡയറക്റ്റ് ഫിയാക്സിലേക്ക് പോവാണ്. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം. ദ അനാലിസിസ് യൂസ് ടു സ്റ്റഡി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്ലാസ് റൂം വെൻ എ ടീച്ചർ ടീച്ചേഴ്സ്. അപ്പൊ എന്താണ് ഫിയാക്സ് എന്ന് പറയുന്നത്? ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് നമ്മുടെ ഈ ഇന്ററാക്ഷൻ സിസ്റ്റം. ഫ്ലാൻഡർ ക്ലാസിഫൈഡ് ടോട്ടൽ വെർബൽ ബിഹേവിയർ ഇൻടു 10 കാറ്റഗറി. അതായത് ഒരു ക്ലാസ്സിൽ നടക്കാവുന്ന വെർബൽ ബിഹേവിയർ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനെ 10 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു. ദെൻ ഇതിൽ ഏതൊക്കെയാ മെയിൻ ആയിട്ട് വരുന്നത്? ടീച്ചർ ടോക്ക്, സ്റ്റുഡന്റ് ടോക്ക്, പോസ് ഓർ സൈലൻസ്. അതായത് ടീച്ചർ ടോക്ക് എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്തൊക്കെ പറയുന്നു, സ്റ്റുഡന്റ് ടോക്ക് അറിയാലോ കുട്ടികളുടെ റെസ്പോൺസ്, പോസ് ഓർ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അതേപോലെ തന്നെ അവസാനിക്കുമ്പോഴും ഒക്കെ ഒരു സൈലൻസ് അല്ലേ ഉണ്ടാവുക. അപ്പൊ അതിനെയാണ് പോസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ 10 കാറ്റഗറി. ഇത് ഈ നമ്പർ പ്രകാരം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ, ഓർഡർ മാറ്റരുതേ. കാരണം ഈ നമ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട്. നോക്കിക്കേ, ടീച്ചർ ടോക്ക് എന്ന് പറയുമ്പോൾ 7 കാറ്റഗറീസ് ആണ് വരുന്നത്. അതിൽ തന്നെ ഇൻഡയറക്ട് ടോക്കും ഉണ്ട്, ഡയറക്ട് ടോക്കും ഉണ്ട്. ഇൻഡയറക്ട് ടോക്കില് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഫീലിങ്സ്. കുട്ടികളുടെ ഫീലിങ്സ് നമ്മൾ എന്ത് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പൊ കുട്ടി വയ്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ നോ ഇഷ്യൂ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അല്ലെങ്കിൽ സിറ്റ് ഡൗൺ, തലവേദന എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ നോ ഇഷ്യൂ, സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഫീലിങ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാറ്റഗറിയാണ്. അത് ഇൻഡയറക്ട് ടോക്കാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓർ എൻകറേജ്മെന്റ്. പ്രൈസ് ഓർ എൻകറേജ്മെന്റ്, അതായത് കുട്ടികളെ നമ്മൾ പ്രൈസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. വാവ്, വെരി ഗുഡ്, എക്സലന്റ്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറയുന്നത് എന്തിൽ പെടും? നമ്മുടെ സെക്കൻഡ് വണ്ണിൽ പെടും. ദെൻ തേർഡ് വൺ, അക്സെപ്റ്റിംഗ് ഐഡിയാസ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് കുട്ടി പറയാണ് മിസ് നമുക്കിത് ഇങ്ങനെ ചെയ്തൂടെ, എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ നമുക്ക് മിസ്സേ ഇതിന് പകരം നമുക്ക് ഈ കൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ടീച്ചേഴ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐഡിയാസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തേർഡ് കാറ്റഗറി. ഫോർത്ത് വൺ, ആസ്കിംഗ് ക്വസ്റ്റ്യൻ. പറയണ്ടല്ലോ, ടീച്ചർ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഇത് 4 ഇൻഡയറക്ട് ടോക്കാണ്. ഇത് ഓർത്തിരിക്കാനുള്ള കോഡ് എന്ന് പറയുന്നത് അപ്പ. APAA, അപ്പ. ആക്സെപ്റ്റിംഗ് ഫീലിംഗ്, പ്രൈസ്, ആക്സെപ്റ്റിംഗ് ഐഡിയ, ആസ്കിംഗ് ക്വസ്റ്റ്യൻ. ദെൻ ഡയറക്ട് ടോക്ക് നോക്കിക്കേ. 5ാമത്തെ ലെക്ചറിങ്, ക്ലാസ് എടുത്തു കൊടുക്കുക. 6ാമത്തെ ഗിവിംഗ് ഡയറക്ഷൻ. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ, ബുക്ക് തുറക്കൂ, ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, ഇങ്ങനത്തെ ഡയറക്ഷൻസ് കൊടുക്കുന്നതിനൊക്കെ നമ്മൾ 6th കാറ്റഗറി. 7th വൺ എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം. അതായത് ഇപ്പൊ നമ്മൾ ഒരു കുട്ടീനെ ക്രിട്ടിസൈസ് ചെയ്യണം, നീ ആ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നീ എന്താ അവിടെ ചെയ്യണേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 7th കാറ്റഗറിയാണ് അതിൽ വരുന്നത്. ഇതിന്റെ കോഡ് എന്താ? LGC. അപ്പ LGC. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്റ്റുഡന്റ് ടോക്ക് ആണ്. 2 ടൈപ്പ് ഉള്ളത്. 8ാമത്തെ സ്റ്റുഡന്റ് റെസ്പോൺസസ്. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു, കുട്ടി അതിന് ആൻസർ പറയാണ്, അല്ലെങ്കിൽ കുട്ടി ആൻസർ അറിയില്ല പറയാണ്, അത് സ്റ്റുഡന്റ് റെസ്പോണ്ട് അല്ലേ. ദെൻ 9ാമത്തെ പ്യൂപ്പിൾ ഇനീഷ്യേഷൻ എന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുട്ടികളായിട്ട് എന്തെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും വേണ്ട, മാം മേ ഐ ഗോ ടു ബാത്റൂം എന്ന് വെച്ചാൽ മതി, കുട്ടികൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതല്ലേ. സോ അങ്ങനത്തെ കുട്ടികളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് പ്യൂപ്പിൾ ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, 10th വൺ, പോസ് ഓർ സൈലൻസ് ആണ്. ഓക്കെ. സോ ഈ കാറ്റഗറീസ് നമ്പർ ഓർഡർ മാറാതെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പ LGC RP. അതില് ആദ്യത്തെ 4 ഇൻഡയറക്ട് ടോക്ക്, പിന്നെ 3 ഡയറക്ട് ടോക്ക്, 2 സ്റ്റുഡന്റ് ടോക്ക്, ലാസ്റ്റ് പോസ് ഓർ സൈലൻസ്. ഇനി നമ്മൾ ഇത് ഓരോന്നും എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആക്സെപ്റ്റിംഗ് ഫീലിങ്സ് എന്താ, പ്രൈസ് ഓർ എൻകറേജ്മെന്റ് എന്താ, യുവർ സ്റ്റുഡന്റ് ഐഡിയ എന്താ, ക്വസ്റ്റ്യൻസ് എന്താ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ബാക്കി ഡയറക്ട് ടോക്കുകളും എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, അവിടെ ഗിവൻ ഡയറക്ഷൻ ഒക്കെ. ടേൺ ടു പേജ് 25, കംപ്ലീറ്റ് ദിസ് എക്സസൈസ്. ഓക്കെ. ദെൻ ക്രിറ്റിസിസം നോക്കിക്കേ. ദാറ്റ് ആൻസർ ഇസ് നോട്ട് ക്വൈറ്റ് റൈറ്റ്, ലെറ്റ്സ് ട്രൈ അഗെയിൻ. അതായത് കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി പറയുക എന്ന് വെച്ചാൽ ശരിയായില്ല, തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ശരിയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ദെൻ സ്റ്റുഡന്റ് ടോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈലൻസ് ആൻഡ് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ സൈലൻസ് ഓർ പോസ് എന്നാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇനി നമ്മള് വെറുതെ അങ്ങോട്ട് നമുക്ക് കയറിയിട്ട് ഒരു ഒബ്സർവർ ആയിട്ട് ഈ മെത്തേഡിൽ നമുക്ക് ക്ലാസ് റൂം അനലൈസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് റൂൾസും പ്രൊസീജിയറൊക്കെ ഉണ്ട്. എന്താണ്? ഫസ്റ്റ്
ഒബ്സർവർ സിറ്റ്സ് ഇൻ ദ ക്ലാസ് റൂം ഇൻ ദ ബെസ്റ്റ് പൊസിഷൻ. ഒന്നുമില്ല, നിങ്ങൾ ആലോചിക്കുക, കണ്ണടച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാൻഡർ ഇന്ററാക്ഷൻ മോഡൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ടീച്ചർ വരികയാണ്. എന്ത് ചെയ്യും? ക്ലാസ് എടുക്കുമ്പോൾ ഒബ്സർവർ വരും, നേരെ ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിട്ടിരിക്കും അല്ലേ. ദെൻ at the end of every 3 seconds he decides which category best represent the communication. അതായത് ഓരോ 3 സെക്കൻഡിലും ഒബ്സർവർ പോയിട്ട് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നു, ക്ലാസ് തുടങ്ങി. അപ്പൊ എന്താ ചെയ്യുന്ന ഒബ്സർവർ? ഓരോ 3 സെക്കൻഡിലും നമ്മുടെ ഈ ഇന്ററാക്ഷൻ ഏതാണ്, കാറ്റഗറി ഏതാണ്. സോ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മൾ പറയാണ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഗിവിംഗ് ഡയറക്ഷൻ, നമ്പർ നോട്ട് ചെയ്തു. പിന്നെ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, അതും ഗിവിംഗ് ഡയറക്ഷൻ, നമ്മൾ എന്താണ്? നമ്പർ നോട്ട് ചെയ്തു. അപ്പൊ ഓരോ 3 സെക്കൻഡിലും ക്ലാസ്സിലത്തെ ബിഹേവിയർ എന്താണ് എന്നുള്ളത് നമ്പർ നമ്മൾ നോക്കിയിട്ട് നോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മൾ ടാലി ചെയ്യുമ്പോൾ എന്താണ്? 1 മിനിറ്റിൽ 20 ടാലീസ് ഉണ്ടായിരിക്കും, 5 മിനിറ്റിൽ 100 ടാലി ഉണ്ടായിരിക്കും, 1 മണിക്കൂറിൽ 1200 ടാലീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒബ്സർവർ ചില്ലറക്കാരനായാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഇൻ ദിസ് പ്രോസസ് ഓൺലി ദ സീരിയൽ നമ്പേഴ്സ് ഓഫ് ദ കാറ്റഗറീസ് ആർ റെക്കോർഡ്. ഓരോ 3 സെക്കൻഡിൽ ഇങ്ങനെ ഇതൊക്കെ നീട്ടി വലിച്ച് എഴുതുവോ? ഗിവിംഗ് ഡയറക്ഷൻ, ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ ഇല്ല. ആ നമ്പർ എഴുതാനുള്ള ടൈം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്? നമ്മുടെ ഈ റെക്കോർഡ് ഷീറ്റും കൊണ്ട് ഒബ്സർവർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്തേക്ക്, വേറൊരു സ്റ്റാഫ് റൂമിലേക്ക് പോവാന്ന് വിചാരിക്കുക. സ്റ്റാഫ് റൂമിൽ വേറൊരു റൂമിലേക്ക് പോയി ഈ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഈ നമ്പേഴ്സിനെയൊക്കെ അവർ എന്ത് ചെയ്യാണ്? ഡീകോഡ് ചെയ്യാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാം എൻകോഡിങ്, ഡീകോഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒബ്സർവർ എഴുതിയെടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻകോഡിങ്ങും, ദെൻ ഇതിനെ വീണ്ടും നമ്മൾ ഡാറ്റാസ് ആക്കി മാറ്റുന്നതിനെ ഡീകോഡ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒബ്സർവർക്ക് ഈ 10 കാറ്റഗറിയുടെ നമ്പറും കാണാപ്പാടെ അറിയണ്ടേ? ബൈ ഹാർട്ട് പച്ചവെള്ളം പോലെ അറിഞ്ഞാൽ മാത്രമേ ഒബ്സർവർക്ക് അത് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിക്കേ, ഈ റൂൾസ് എല്ലാം ഒന്നും നമ്മൾ എഴുതി വെക്കണം എന്നില്ല കേട്ടോ. 10 മാർക്കിന് ചോദിച്ചാൽ ഇതൊക്കെ ധാരാളാണേ, എന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, ഫസ്റ്റ് റൂള്, when not certain to which 2 or more categories a statement belongs, the observer should choose the category that is numerically farther from the category 5 but not category 10. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ്?